ആലുവയിലെത്തി നിൽക്കുന്ന മെട്രോ റെയിൽ ആദ്യഘട്ടത്തിൽ ചാലക്കുടിയിലേക്കും തുടർന്ന് പാലക്കാട് കോയമ്പത്തൂർ വരെയും നീട്ടി അനുവദിച്ചു കിട്ടുന്നതിനുള്ള ശ്രമം താൻ തുടങ്ങിക്കഴിഞ്ഞതായി കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി പറഞ്ഞു. മുൻ MP TN പ്രതാപന്റെ വികസന ഫണ്ടിൽ നിന്നും അനുവദിച്ച 21 ലക്ഷം രൂപ വിനിയോഗിച്ച് മറ്റത്തൂർ പഞ്ചായത്തിലെ താളൂപ്പാടത്ത് നിർമ്മിച്ച ശ്രീദേവി സ്മാർട്ട് അംഗനവാടി നാടിന് സമർപ്പിക്കുകയായിരുന്നു അദ്ദേഹം. MP ഫണ്ടിൽ നിന്നുള്ള തുക ഉപയോഗപ്പെടുത്തി നടപ്പാക്കുന്ന വികസന പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കുന്നത് അവരുടെ കാലാവധി കഴിഞ്ഞിട്ടാണെങ്കിലും ഉദ്ഘാടനം ചെയ്യേണ്ടത് അത് തുടങ്ങിവെച്ചവർ തന്നെയാണെന്ന് മന്ത്രി പറഞ്ഞു. ഇതിനുള്ള നിയമ ഭേദഗതി കൊണ്ടുവരാൻ BJP MPമാരുടെ സഹായത്തോടെ ശ്രമിക്കുമെന്നും മന്ത്രി അറിയിച്ചു. സത്യത്തിൽ ഈ വേദിയിൽ വന്ന് നിൽക്കുന്നതിന് ഞാൻ തീർച്ചയായിട്ടും യോഗ്യനാണ്. നിങ്ങളുടെ ഇപ്പോഴത്തെ ലോക്സഭാ അംഗം നിങ്ങൾ തെരഞ്ഞെടുത്ത ആളെന്ന നിലയ്ക്ക് ആ യോഗ്യത എനിക്കുണ്ട്. പക്ഷെ എന്നെ ഇവിടെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്വത്തിന്റെ കാര്യത്തിൽ സാങ്കേതികമായ യോഗ്യത മാത്രമേ എനിക്കുള്ളൂ. അത് സാങ്കേതികം മാത്രമാണ്. അതുകൊണ്ട് മാത്രമാണ് എനിക്കിത് തുറന്നു തരാൻ സാധിക്കുന്നത്. പക്ഷെ ആത്മാർത്ഥമായി ചോദിച്ചാൽ ആത്മാർത്ഥമായി മറുപടി പറയും. എനിക്കിതിൽ ചെയ്യുന്നതിൽ TN പ്രതാപൻ ചെയ്യുന്നതാണ് കൂടുതൽ നല്ലത് എന്ന അഭിപ്രായക്കാരനാണ്. അതങ്ങനെ തന്നെയാണ് ആവേണ്ടത്. കാരണം ഇത് 5 വർഷം കാലഘട്ടത്തിൽ ഒരു നിശ്ചയം ഒരു ഒപ്പിലൂടെ വരുന്നതിന് ഒരു കാരണക്കാരനുണ്ടാവും. ഒട്ടേറെ അംഗൻവാടികൾ ഇപ്പോഴും പരിതാപകരമായ അവസ്ഥയിലാണ്. ഇവയെല്ലാം മെച്ചപ്പെടുത്തി സൗകര്യങ്ങൾ ഉണ്ടാക്കേണ്ടത് കുരുന്നുകളുടെ അവകാശമാണെന്നും കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി പറഞ്ഞു. ഞാനിവിടെ രാജ്യസഭാ MP ആയിരിക്കുന്ന സമയത്തും എൻ്റെ കാലാവധി പൂർത്തിയാക്കി വന്ന സമയത്തും എഴുത്തച്ഛൻ കുടുംബം ദാനമായി തന്ന സ്ഥലത്ത് നിർമ്മിച്ച് 27-37 ലക്ഷത്തിന് ഒരു കമ്മ്യൂണിറ്റി സെന്റർ, ജീറിയാട്രിക്സിന് വേണ്ടി പ്രാമുഖ്യം നൽകുന്ന കമ്മ്യൂണിറ്റി സെന്ററിൽ ചേർത്ത് ഒരു അംഗൻവാടി കെട്ടിടം പണിതിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ. അന്ന് തന്നെ തൃശ്ശൂർ കളക്ടറേറ്റിന് തൊട്ടടുത്തുള്ള ഒരു അംഗൻവാടി ഒരു ഗവൺമെന്റ് സ്ഥാപനത്തിന്റെ കീഴ് നിലയിൽ പ്രവർത്തിക്കുന്നതും വളരെ അസംസ്കൃതമായ രീതിയിൽ കുഞ്ഞുങ്ങൾ അവിടെ കളിക്കാൻ ഇറങ്ങുന്നിടത്ത് പോലും ഇരുമ്പ് കഷ്ണങ്ങളും കുപ്പി കഷ്ണങ്ങളും എല്ലാം കിടക്കുന്ന അന്തരീക്ഷത്തിൽ അവർക്ക് സ്ഥലം കൊടുക്കാൻ സർക്കാരിന് സാധിച്ചു. കളക്ടർ അത് 4 കളക്ടർമാരെങ്ങാണ്ട് മാറി വന്നു. അനുപമ ഇരിക്കുന്ന സമയത്താണ് ഞാനിത് ഇടപെടുന്നത്. ചടങ്ങിൽ KK രാമേന്ദ്രൻ MLA അധ്യക്ഷത വഹിച്ചു. മറ്റത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് അശ്വതി ബിബി, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം TK അസൈൻ, പഞ്ചായത്ത് അംഗം ലിൻഡോ പള്ളിപ്പറമ്പൻ എന്നിവർ പ്രസംഗിച്ചു. ഇവിടെ മുൻ ലോകസഭാ അംഗം ശ്രീ TN പ്രതാപൻ അദ്ദേഹത്തിൻ്റെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്നും 23.1 ലക്ഷം രൂപ അനുവദിക്കുകയും ആ തുക ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ പഞ്ചായത്തിലെ 46 അംഗനവാടികളും ഏറ്റവും നിലവാരത്തിലേക്ക് ഉയർത്തിക്കൊണ്ട് ഹൈടെക് അംഗനവാടികളാക്കി മാറ്റാൻ സാധിക്കും. പിന്നെ കഴിഞ്ഞ വർഷങ്ങളിൽ ദേശീയ തലത്തിലും അന്തർദേശീയ തലത്തിലും നിരവധി പുരസ്കാരങ്ങൾ നമ്മുടെ പഞ്ചായത്തിനെ തേടിയെത്തി. അക്കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നമ്മുടെ നാട്ടിലെ എല്ലാ വികസന പ്രവർത്തനവും രാഷ്ട്രീയത്തിന് അതീതമാകണം എന്ന് തന്നെയാണ് അഭിപ്രായം. രാഷ്ട്രീയത്തിന്റെ വഴിക്ക് പോകട്ടെ. നാട്ടിലുള്ള ജനങ്ങൾക്ക് വികസനമാണ് താല്പര്യം. എന്തായാലും തുടർന്നും ഒരുപാട് ഫണ്ടുകൾ നമുക്ക് ഉപയോഗിച്ച് നാടിന്റെ കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായിട്ട് ഒരുപാട് വികസനങ്ങൾ കൊണ്ടുവരാനായിട്ടുള്ള സാഹചര്യങ്ങൾ നമ്മുടെ സർക്കാരുകൾ ചെയ്യേണ്ടുന്ന ഒരു കാലഘട്ടമാണ്.